സംഗീത സംവിധായകൻ രവീന്ദ്രന് കുളത്തൂപ്പുഴയിൽ നിർമ്മിക്കുന്ന സ്മാരകത്തിന്റെ തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ ഉറപ്പാക്കുമെന്ന് മന്ത്രി പി.സി. വിഷ്ണുനാഥ്. കുളത്തൂപ്പുഴയിലെ സ്മാരകം മന്ത്രി സന്ദർശിച്ചു. 38 സെന്റ് സ്ഥലത്താണ് സ്മാരകം നിർമ്മിക്കുന്നത്. ആദ്യഘട്ട നിർമ്മാണം പൂർത്തീകരിച്ചു. രവീന്ദ്രൻ സ്മാരക പ്രധാന കെട്ടിട സമുച്ചയത്തിന്റെ പ്രവർത്തികൾ അവസാന ഘട്ടത്തിലാണ്. 1 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. സാംസ്കാരിക വകുപ്പും കുളത്തൂപ്പുഴ പഞ്ചായത്തും ചേർന്നാണ് സ്മാരകം നിർമ്മിക്കുന്നത്. തുടർ നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിലാക്കി പദ്ധതി പൂർത്തിയാക്കും. സ്മാരകത്തിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന രാഗസരോവരം ഓപ്പൺ എയർ ഓഡിറ്റോറിയം വരുമാനദായകമായ പദ്ധതിയായി നടപ്പാക്കാമെന്നും പഞ്ചായത്ത് തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും മന്ത്രി അറിയിച്ചു. വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. കാരണം രവീന്ദ്ര മാഷിനെ നമ്മൾ ഓർക്കുന്ന, അദ്ദേഹത്തിന്റെ സംഭാവനകളെ അനുസ്മരിക്കുന്ന ഒരു കേന്ദ്രമാണ് പഞ്ചായത്ത്. അദ്ദേഹത്തിന്റെ ജന്മനാട്, അദ്ദേഹത്തിന് നൽകുന്ന ഒരു ആദരവ് കൂടിയാണ് ഈ സ്മാരകം. ഇത് വളരെ മനോഹരമായി അദ്ദേഹത്തിന്റെ ഓർമ്മകളെ നിലനിർത്തുന്ന ഒരു സ്മാരകമായിട്ട് ശ്രീ രാജീവ് അഞ്ചൽ അത് ഡിസൈൻ ചെയ്ത് പഞ്ചായത്ത് അതിനകത്ത് വലിയ താല്പര്യം കാണിച്ച് പഞ്ചായത്തും സാംസ്കാരിക വകുപ്പും MLA ഫണ്ടും ഒക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. പക്ഷെ പഞ്ചായത്തിന്റെ നല്ല ഇനിഷ്യേറ്റീവ് ഇക്കാര്യത്തിലുണ്ട്. അപ്പോൾ അതിന്റെ നിർമ്മാണത്തിന്റെ 2ാം ഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 1ാം ഘട്ടം പൂർത്തിയായിട്ടുണ്ട്. 2ാം ഘട്ടം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2ാം ഘട്ടം പൂർത്തിയായാലും ഇത് ഇവരെല്ലാം ആഗ്രഹിച്ചതുപോലെ വിഭാവനം ചെയ്തതുപോലെ വരണമെങ്കിൽ മറ്റു ചില സപ്പോർട്ടും കൂടെ വേണം. അതാണ് ഇന്നിപ്പോ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഭാരവാഹികളും സാംസ്കാരിക വകുപ്പിന്റെ മന്ത്രി എന്ന നിലയിൽ എന്നോട് അഭ്യർത്ഥിച്ചു. നേരിട്ട് കാണുക എന്ന താല്പര്യത്തിലാണ് ഇവിടെ വന്നത്. കാര്യങ്ങൾ നേരിട്ട് കണ്ടു, മനസ്സിലാക്കി. ഇത് വിഭാവനം ചെയ്ത രൂപത്തിൽ തന്നെ പൂർത്തിയാക്കുന്നതിനാവശ്യമായ പിന്തുണ ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാകും. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. സൈനബ ബിബി, വൈസ് പ്രസിഡന്റ് സാബു എബ്രഹാം, പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ.